അപ്പോൾ മാറി മാറി വരുന്ന നമ്മുടെ കേരള സർക്കാരുകളെല്ലാം തന്നെ മദ്യഷോപ്പുകൾ തുറക്കുന്ന കാര്യത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിന്റെ തെരുവീതികളിൽ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരുപാട് ആൾക്കാർ കള്ള് കുടിച്ച് ലക്ക് കെട്ട് റോഡിന്റെ സൈഡുകളിലും മറ്റും കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചെറിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ആണുങ്ങളിൽ നിന്നെല്ലാം മാറി പെൺപിള്ളേരും അതുപോലെ തന്നെ പെണ്ണുങ്ങളും എല്ലാം കള്ളു കുടിച്ച് നമ്മുടെ തെരുവീതികളിൽ അലഞ്ഞു നടക്കുന്നത് നമുക്ക് ഒരു ചെറിയ ഒരു കാഴ്ചയൊന്നുമല്ല, വലിയൊരു കാഴ്ച തന്നെയാണ് അത് നമുക്ക് സമ്മാനിക്കുന്നത്. തീർച്ചയായിട്ടും വരും തലമുറകൾ നമ്മുടെ നാട്ടിൽ വഴിതെറ്റാനുള്ള ഒരുപാട് സാധ്യതകൾ ഇന്നുണ്ട്. അത് കള്ളായിട്ടും മറ്റ് ലഹരി പദാർത്ഥങ്ങളായിട്ടും എല്ലാം തന്നെ അവർക്കിന്ന് സുലഭമായിട്ട് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. അതുകൊണ്ട് ഒരുപാട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, നമ്മുടെ കുട്ടികളെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും. പ്രധാനമായിട്ട് ഞാനിപ്പോൾ പറയാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, തലശ്ശേരി നമ്മുടെ പെൺഗുണ്ട എന്നറിയപ്പെടുന്ന റസീന എന്ന് പറയുന്ന ഒരു സ്ത്രീ നടു റോട്ടിൽ കാണിക്കുന്ന തോന്നിവാസം ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതല്ല. ഒരുപാട് കാലങ്ങളായി ഈ സ്ത്രീ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് മുന്നേ പോലീസുകാരെയും നാട്ടുകാരെയും എല്ലാം അടിക്കുകയും കുത്തുകയും ചവിട്ടുകയും ചീത്ത പറയുകയും എല്ലാം ചെയ്യുകയും കച്ചറുണ്ടാക്കുകയും എല്ലാം ചെയ്ത് സമൂഹ മാധ്യമങ്ങളുടെ വൈറലായ ഒരു സ്ത്രീയാണ് ഈ റസീന എന്ന് പറയുന്ന സ്ത്രീ. അതിനുശേഷം ഇപ്പോഴും ഈ ഒരു സ്ഥിതി തന്നെയാണ് അവിടെ എന്നുള്ളതാണ്. തലശ്ശേരി ഇതൊരു സ്ഥിരം കാഴ്ചയാണ്. നാട്ടുകാരെ അടിക്കുന്നതും അതുപോലെ തന്നെ പോലീസുകാരെ മേക്കിട്ട് പാഞ്ഞു കയറുന്നതും അതുപോലെ തന്നെ ദേശീയ പാത വരെ സ്തംഭിപ്പിക്കുന്നത് വരെ നമ്മൾ ഈ സ്ത്രീയുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഒരിക്കൽ കൂടി തലശ്ശേരി നഗരത്തെ കിടുകിടാ വിറപ്പിച്ചുകൊണ്ട് ഈ റസീന എന്ന് പറയുന്ന സ്ത്രീ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് കാണാം. എനിക്ക് തൊടാൻ നിൽക്കണ്ട. വണ്ടി അതിന്റെ മോളെ ഈ വീഡിയോയിൽ കാണുന്ന രംഗങ്ങൾ തീർച്ചയായിട്ടും മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന കോലത്തിലാണ്. ഈ സ്ത്രീ ഒരു സാമാന്യം ഭേദപ്പെട്ട ഒരു കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചു വളർന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ എന്തെന്നറിയില്ല, വളരെ മോശകരമായ ഒരു രീതിയാണ്. സമീപത്തുള്ള ഒരു കള്ള് ഷോപ്പിൽ നിന്നും കള്ള് വാങ്ങിക്കുടിച്ച് ലക്ക് കെട്ടിട്ട് തൊള്ളേ തോന്നിയ തോന്നിവാസങ്ങളെല്ലാം തന്നെ വിളിച്ചു പറയുകയും അതുപോലെ തന്നെ റോഡിൽ കൂടി പോകുന്ന ആൾക്കാരെ ഉമ്മ വെക്കാൻ വേണ്ടി ശ്രമിക്കുക, അതിനുശേഷം മുതിരാതെ അതിനുശേഷം മടി ഉണ്ടാക്കുക,
എതിർക്കാൻ വരുന്ന പോലീസുകാരെ നെഞ്ഞത്തിട്ട് പാഞ്ഞു കയറുക, ഇതൊക്കെയാണ് റസീനയുടെ സ്ഥിരം പരിപാടികൾ. യാതൊരു കാരണവശാലും ഒരു സ്ത്രീ എന്ന നിലയ്ക്കുള്ള യാതൊരു പരിഗണനയും ഇവർ അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ 2023 ഇതിൽ ഒരു മാറ്റമുണ്ടായിരുന്നു. അവിടെ ദീപ്തി എന്ന് പറയുന്ന ഒരു വനിതാ SI അന്ന് നമ്മുടെ ഈ റസീനയെ ബൽപ്പിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തുകയും അതിനുശേഷം റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്ന് ഏകദേശം 9 പോലീസുകാർക്കാണ് ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റത് എന്നുള്ളതാണ്. കാരണം പോലീസുകളായതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് തിരിച്ച് അടിക്കാൻ വേണ്ടി പറ്റാത്തതിനാൽ അവർ ഇവരുടെ തല്ല് കൊള്ളുകയായിരുന്നു. അങ്ങനെ 9ഓളം ആൾക്കാരെ അന്ന് ഈ സ്ത്രീ ഉപദ്രവിക്കുകയും അതുപോലെ തന്നെ വണ്ടിയുടെ ഗ്ലാസുകളും ചില്ലുകളും എല്ലാം അടിച്ചു പൊട്ടിക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ദീപ്തി എന്ന് പറയുന്ന വനിതാ SI അവരുടെ കരുത്തിന് മുന്നിൽ അടിപതറി അവസാനം കീഴ്പ്പെടുത്തി വണ്ടിയിലിട്ട് കൊണ്ടുപോയി റിമാൻഡ് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു പ്രാവശ്യം മാത്രമാണ് ഈ സ്ത്രീ റിമാൻഡിൽ കിടന്നിട്ടുള്ളത്. ഏകദേശം ഇപ്പോൾ 5ഓളം കേസുകൾ തലശ്ശേരി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇവർക്കെതിരായിട്ടുണ്ട്. അതിൽ സ്വന്തം ഉമ്മാനെയും അതുപോലെ തന്നെ പെങ്ങളെയും ആക്രമിച്ച കേസുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് വിനീതമായി ഞാൻ ഈ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയോ ഒന്നുമല്ല, അവരെ സപ്പോർട്ട് ചെയ്യുകയുമല്ല. യാതൊരു കാരണവശാലും യാതൊരു വിധ ദയയും അതുപോലെ തന്നെ കരുണയും അർഹിക്കാത്ത തെറ്റ് തന്നെയാണ് ഈ സ്ത്രീ കാട്ടിക്കൂട്ടിയത്, ചെയ്തുകൊണ്ടിരിക്കുന്നത് തോന്നിവാസമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഒരു കാര്യം ഉണർത്താതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം ഈ സ്ത്രീ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്കെല്ലാം പിന്നിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നടന്ന എന്തോ ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം അത്രയും വലിയ എന്തോ ഒരു സങ്കടം ആ സ്ത്രീയുടെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെയാണ് എന്തൊക്കെ വന്നാലും വേണ്ടിയില്ല എന്നൊരു മട്ടിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മാത്രമാണ് ഇത്. ആ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അതിനെ തിരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ നല്ല ഒരു യുവതിയായിട്ട് സമൂഹത്തിന് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് തീർച്ചയായിട്ടും ഈ സ്ത്രീയെ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അതിനു വേണ്ടിയിട്ട് ഈ നാട്ടുകാരെല്ലാം നിങ്ങൾക്ക് കാണാം, ആ പെണ്ണ് അവിടെ നിന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് വളരെ മോശകരമായ കമൻറ്റുകൾ അടിക്കുക, അവരുമായി ഇങ്ങനെ കണ്ട് ഫോണിൽ ചിത്രങ്ങളെടുത്ത് പകർത്തുന്നതെല്ലാം പകരം ഈ നാട്ടുകാർക്കെല്ലാം ചേർന്നുകൊണ്ട് ആ സ്ത്രീയെ ഒന്ന് അറസ്റ്റ് ചെയ്തതിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തീരാവുന്ന ഒരു കേസ് മാത്രമേ ഇതിൻ്റെ പിന്നിലുള്ളൂ എന്നുള്ളതാണ്. ചെറിയ മാനസികമായ ചില ബുദ്ധിമുട്ടുകൾ ഒരുപാട് ആൾക്കാർ ഇന്ന് മാനസികമായിട്ട് നേരിടുന്നുണ്ട്. അത്തരം സ്ത്രീകൾ എങ്ങനെയാണ് പുറത്തേക്ക് പ്രതികരിക്കുക എന്ന് നമുക്ക് യാതൊരു കാരണവശാലും അളക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അവരുടെ മനസ്സിലുള്ള വിഷമങ്ങൾ അവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല. പക്ഷേ അവരുടെ ഉള്ളിലുള്ള ആ വിഷമത എന്താണ് എന്നറിയാൻ ആരെങ്കിലും ഒന്ന് ശ്രമിച്ചിട്ട് അതിനെ തിരുത്തിയാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ ആ സ്ത്രീക്കുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം ഒരു പ്രവൃത്തിയിലേക്ക് ഈ വീഡിയോ ആരെങ്കിലും തലശ്ശേരി നാട്ടുകാർ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ സ്ത്രീയെ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ടുവച്ച് കാണിച്ചതിന് ശേഷം അവർക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കുകയാണെങ്കിൽ ഈ നാട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ ഇത്തരം തോന്നിവാസങ്ങൾക്കും എല്ലാം ഒരു അറുതി വരുത്താൻ വേണ്ടി നാട്ടുകാരായ നിങ്ങൾക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നിങ്ങൾ തന്നെ അത് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ പോലീസുകാർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇത്തരം കാഴ്ചകളെല്ലാം തന്നെ ഒരു സുപരിചിതമായ കാഴ്ചയാണ്. അവരെന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളായതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവരെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി അതിനുശേഷം കെട്ടിറങ്ങിയതിന് ശേഷം ഈ കുടിച്ച മദ്യത്തിൻ്റെ ഹാലെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെ വിട്ടയക്കുന്നതാണ് പതിവ്. ആ കേസുമായിട്ട് മുന്നോട്ട് പോവുകയോ റിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട ശിക്ഷകൾ എന്താണോ അത് കൊടുക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇത്തരം ഒരു കാര്യം ഈ സ്ത്രീക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് പോലീസുകാരെ പച്ചത്തെറി ഇവർ വിളിച്ചു പറയുന്നത്. യാതൊരു കാരണവശാലും ഇവർക്ക് മാന്യമായ ഒരു ശിക്ഷ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഏകദേശം ഞാൻ പറഞ്ഞത് 5ന്റെ മുകളിൽ അടിപിടി കേസുമായിട്ട് നടക്കുന്ന ഒരാൾ തന്നെയാണ് ഈ റസീന എന്ന് പറയുന്ന സ്ത്രീ. അതുകൊണ്ട് തന്നെയാണ് ലേഡി ഗുണ്ട എന്നാണ് ഈ നാട്ടിൽ ഈ സ്ത്രീക്ക് കിട്ടിയ പേരും. തീർച്ചയായിട്ടും ഇത് തിരുത്താൻ അവരുടെ കുടുംബക്കാർക്കോ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ കഴിയാത്തിടത്തോളം കാലം ഇതിങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. സമൂഹത്തിൽ ഒരു കോമാളി വേഷത്തിൽ ഈ സ്ത്രീ ഇങ്ങനെ നടക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾ തിരുത്താൻ നമ്മുടെ സമൂഹത്തിനും അതുപോലെ തന്നെ അത്തരം നാട്ടുകാർക്കും അവരുടെ പള്ളി കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ബാധ്യതയുണ്ട്. അവർ അത് ചെയ്യുകയും വേണമെന്ന് വിനീതമായി ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.